ഒറ്റമൂലയ്ക്ക് കീഴിൽ പോലും എന്തൊക്കെ പക ഉള്ളിലൊതുക്കിയാകും മനുഷ്യൻ കഴിയുന്നത്. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസ് പ്രതി സജിയെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ വിവരങ്ങൾ പലതും പോലീസിന് പോലും വിശ്വസിക്കാനായിട്ടില്ല. പിതൃത്വത്തെ ചോദ്യം ചെയ്ത് നിരന്തരം അപഹസിക്കുന്ന സഹോദരൻ. വിവാഹം കഴിക്കണമെന്നാഗ്രഹിച്ചപ്പോൾ അതിന് തടസ്സം നിന്നത് പക ഇരട്ടിയാക്കി. ഒടുവിൽ പെറ്റമ്മയെയും സഹോദരനെയും കൊന്ന് രഹസ്യമായി കുഴിച്ചുമൂടി. ഒന്നിനു പിന്നാലെ മറ്റൊന്നായി നിരന്തരം കള്ളങ്ങൾ പറഞ്ഞ് നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ അയാൾ തെറ്റിദ്ധരിപ്പിച്ചു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് തെറ്റേറ്റു പറഞ്ഞ് കീഴടങ്ങാൻ സജി സന്നദ്ധനായത്. പ്രതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ വ്യക്തിത്വമാണ് ഇയാളുടേത്. 2018 പിതാവ് മാത്യുവിനെ കാണാതായ കേസും വീണ്ടും അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. നെടുങ്കണ്ടത്തെ ഏലക്കാടിനുള്ളിൽ എന്തൊക്കെ രഹസ്യങ്ങളാകും സജി കുഴിച്ചു മൂടിയിട്ടുണ്ടാവുക? നാടിനെ ആകെ നടുക്കിയ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ ആദ്യം. സ്വാഗതം. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസിൽ പ്രതി സജി പിടിയിൽ. തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞ് സമീപത്തെ കടയിലെത്തിയ സജിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. സഹോദരൻ പരിഹസിച്ചിരുന്നതും വിവാഹം കഴിക്കാൻ അനുവദിക്കാഞ്ഞതുമാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. വൃദ്ധമാതാവിനെയും സഹോദരനെയും ഒറ്റയ്ക്കാണ് വകവരുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും സജിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മൃതദേഹങ്ങളുടെ സാമ്പിൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സജിയുടെ പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലും പുനരന്വേഷണം നടത്തുമെന്ന് ഇടുക്കി SP വ്യക്തമാക്കി. അമ്മയെയും സഹോദരനെയും കൊന്ന ശേഷം ഒരു കുറ്റബോധവുമില്ലാതെ വീട്ടിൽ തങ്ങിയിരുന്ന സജി ഇറച്ചി വാങ്ങി പാകം ചെയ്ത് കഴിച്ചതായും നാട്ടുകാർ പറയുന്നു. നെടുങ്കണ്ടം പച്ചടിയിൽ ഇരട്ടക്കൊലപാതകം നടന്ന വീടിന് സമീപത്തുള്ള ജംഗ്ഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. സമീപത്തെ കൃഷിയിടങ്ങളും പുൽമേടുകളും കേന്ദ്രീകരിച്ച രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചും ഡോഗ് സ്ക്വാഡും തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെ സമീപത്തെ കടയിലേക്ക് വന്ന സജിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തെറ്റുപറ്റിപ്പോയെന്നും കീഴടങ്ങുകയാണെന്നും സജി പറഞ്ഞതായി നാട്ടുകാർ വ്യക്തമാക്കി. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങുകയാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ സജിയുടെ ബാഗ് സമീപ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇയാൾ അധിക ദൂരം പോകാൻ ഇടയില്ലെന്ന് മനസ്സിലാക്കിയാണ് പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് പ്രതി കീഴടങ്ങിയതെന്നാണ് സൂചന. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയ ശേഷം പ്രതിയെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെത്തിച്ച വിശദമായി ചോദ്യം ചെയ്തു. തുടർന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കൊലയ്ക്ക് കാരണം വസ്തുതർക്കവും സഹോദരന്റെ മാനസിക പീഡനവുമാണെന്നാണ് സജിയുടെ മൊഴി. മാത്യുവിന്റെ മകനല്ല സജി എന്ന് പറഞ്ഞ മൂത്ത സഹോദരൻ റജി നിരന്തരം ആക്ഷേപിച്ചിരുന്നു. വിവാഹം കഴിക്കാൻ അനുവദിക്കാതിരുന്നതും പകയ്ക്ക് കാരണമായി. ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്ന് ഇടുക്കി SP സാബു മാത്യു. ഈ പ്രതി 2 പേരെ കൊന്നതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി തെളിവെടുപ്പുണ്ട്. എനിക്കിപ്പം തൽക്കാലം അത്രേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിലേക്ക് ട്രയൽ വരാനുള്ളതാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഒരു ഐ വിറ്റ്നസ് ഇല്ല, ഇതിനെ സംബന്ധിച്ചൊരു ഐ വിറ്റ്നസ് ഇല്ല. മോട്ടീവ്, നിലവിലുള്ള മോട്ടീവ് വെച്ചിട്ട് വസ്തുവിനെ സംബന്ധിച്ചൊരു വിഷയമുണ്ട്. പിന്നെ ഇയാളുടെ ബ്രദർ എപ്പോഴും ഇയാൾ ഹരാസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ അമ്മയുടെ മകനല്ല, ഈ അപ്പൻ്റെ മകനല്ല, വേറെ ഏതോ അപ്പൻ്റെ മകനാണെന്നുള്ള ലെവലിൽ ഹരാസ് ചെയ്യാറുണ്ട്.
വസ്തുവിനെ സംബന്ധിച്ച് പ്രോബ്ലങ്ങളുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ, പിന്നെ കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കത്തില്ല, അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അതിൻ്റെ എല്ലാവരും കൾമിനേഷനാണ് ഇതെന്നാണ് അവൻ നിലവിൽ പറഞ്ഞേക്കുന്നത്. മോട്ടീവിനെ സംബന്ധിച്ച് വിശദമായിട്ട് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവരുടെ പിതാവ് മാത്യുവിനെ 2018 കാണാതായിരുന്നു. സുവിശേഷ പ്രസംഗകനായിരുന്ന മാത്യുവിന്റെ തിരോധാനത്തിലും പുനരന്വേഷണം നടത്തുമെന്ന് SP. അച്ഛൻ്റെ കേസ് വേണ്ടിയൊന്ന് അന്വേഷിക്കും, എവിഡൻസ് കിട്ടണം അന്വേഷിക്കും. സജി ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തത്? നിലവിലുള്ള അന്വേഷണം വെച്ച് സജി ഒറ്റയ്ക്കാണ് അതെല്ലാം ചെയ്തത്. പച്ചടി പൊന്നൂട്ടിയിൽ മേരിക്കുട്ടിയെയും മകൻ റജിയെയും കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ തിങ്കളാഴ്ച വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വേഗത്തിൽ അഴുകുന്നതിനും ദുർഗന്ധം വരാതിരിക്കുന്നതിനുമായി കുഴിയിൽ കുമ്മായം വിതറിയിരുന്നു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെടുങ്കണ്ടത്തെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. മേരിക്കുട്ടിയും 2 ആൺമക്കളും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. മൈക്ക് ഓപ്പറേറ്ററായിരുന്ന റജിയും മേസ്തിരിപ്പണിക്ക് പോയിരുന്ന സജിയും മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. സഹോദരിയും മറ്റു ബന്ധുക്കളും വീട്ടിലേക്കെത്തുന്നത് ഇവർ തടഞ്ഞിരുന്നു. മേരിക്കുട്ടിയെയും റജിയെയും കാണാതായത് സംബന്ധിച്ച് അന്വേഷിച്ചവരോട് അമ്മയെ തേനിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയതെന്നാണ് സജി പറഞ്ഞിരുന്നത്. അടുത്തിടെ തന്റെ വിവാഹത്തിന് നാട്ടുകാരെ സജി ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു വിവാഹം നടന്നിരുന്നില്ല. വീടും സ്ഥലവും പാട്ടത്തിന് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതടക്കം ഇയാളുടെ സംസാരത്തിൽ നാട്ടുകാർക്ക് സംശയം തോന്നിയതാണ് സഹോദരി പരാതി നൽകാൻ കാരണമായത്. സജിയുടെ ഇളയ സഹോദരി ഭിന്നശേഷിക്കാരിയായതിനാൽ ജില്ലയിലെ ഒരു പുനരധിവാസ കേന്ദ്രത്തിലാണ് കഴിയുന്നത്. മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിനടക്കം ആരുടെയെങ്കിലും സഹായം പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് സീതാങ്കോളിയിലെ ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം ആളൊഴിഞ്ഞ കെട്ടിടത്തിന് പിൻവശം. പകൽ പോലും അധികം ആളുകൾ അവിടേക്ക് എത്താറില്ല. ഉച്ചയ്ക്ക് ശേഷം ഇതുവഴി പോയ സമീപവാസികൾ കണ്ടത് നടുക്കുന്ന ഒരു രംഗമാണ്. ഒരു യുവാവ് തലക്കടിയേറ്റ് മരിച്ചു കിടക്കുന്നു. പോലീസ് പരിശോധനയിൽ പാലടുക്കം സ്വദേശി സഫായത്താണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായി. കോഴിവണ്ടി ഡ്രൈവറായ സഫായത്തിന് എന്താണ് സംഭവിച്ചത്? ആര് എന്തിനു വേണ്ടിയാണ് ഈ യുവാവിന്റെ ജീവനെടുത്തത്? കുമ്പള പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുമ്പള സീതാങ്കോളിയിൽ ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപം ആളൊഴിഞ്ഞ കെട്ടിടത്തിന് പിന്നിലായാണ് യുവാവിനെ തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പെർഡാല ബാപ്പാലിപ്പന്നം പാടലെടുക്കം സ്വദേശിയായ സഫായത്താണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പ്രാഥമിക വിവരം. സംഭവസ്ഥലത്ത് രക്തത്തിൽ കുളിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സമീപവാസികളാണ് മൃതദേഹം കണ്ട് കുമ്പള പോലീസിനെ വിവരമറിയിച്ചത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം കുമ്പള സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. വ്യക്തിപരമായ വൈരാഗ്യമോ മറ്റ് തർക്കങ്ങളോ ആകാം കാരണമെന്ന സംശയത്തിലാണ് പോലീസ്. പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ ലിഫ്റ്റ് കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സംഭവത്തിൽ പ്രതി പിടിയിലായി. കർണാടക ധർവാഡ് സ്വദേശി എച്ച് മഞ്ജുനാഥ എന്ന മഞ്ചപ്പയെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടിയത്. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ പ്രതിയുടെ ആധാർ കാർഡാണ് അന്വേഷണത്തിൽ നിർണായകമായത്. നുള്ളിപ്പാടി ദേശീയപാതയ്ക്കരികിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റിനായി എടുത്ത കുഴിയിലാണ് മാർച്ച് 10 രാത്രി 10:15 അജ്ഞാത യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കെട്ടിട ഉടമയുടെ മകൻ രാത്രിയിലെത്തിയപ്പോഴാണ് കെട്ടിടത്തിന്റെ അണ്ടർഗ്രൗണ്ട് ഭാഗത്തുള്ള കുഴിയിൽ മൃതദേഹം കിടക്കുന്നത് കണ്ടത്. കെട്ടിടത്തിനകത്ത് രക്തത്തുള്ളികളും
പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നും മഞ്ജുനാഥ എന്ന പേരുള്ള ഒരു ആധാർ കാർഡും ലഭിച്ചു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കർണാടക ഗദക് ബാലേശ്വര ബാലഹൊസൂരിലെ ചന്ദ്രശേഖർ സുരേഷ് പട്ടാടാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു. സംഭവ സ്ഥലത്തു നിന്നും ലഭിച്ചത് മരിച്ചയാളുടെ ആധാർ കാർഡല്ല എന്ന് വ്യക്തമായതോടെ കൊലപാതകിയുടേതായിരിക്കാം ഇതെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. തലക്കടിയേറ്റതാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ കൊലപാതകിക്കായി ടൗൺ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു. തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പ്രതിയായ കർണാടക ധാർവാഡ് കൽസ് കുണ്ടുകോളിയിലെ എച്ച് മഞ്ജുനാഥ എന്ന മഞ്ചപ്പയെ പോലീസ് പിടികൂടിയത്. പ്രതി ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കുറേ നാളായിട്ട് നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. നമ്മൾ പഴയ പോലീസിങ് മെത്തേഡ് എന്നൊക്കെ പറയും, പഴയ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്ന മാതിരി നമ്മൾ അവൻ ജോലിക്ക് പോകാറുള്ള സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ നിരീക്ഷിച്ചിട്ടാണ് കിട്ടുന്നത്. ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല അങ്ങനെ ഇല്ല, അങ്ങനത്തെ ഇതൊന്നും കേസൊന്നുമില്ല. സംഭവ സമയത്ത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ? അതെ, രണ്ടുപേരും ഒരു വഴക്കിൻ്റെ കള്ളു കുടിച്ചിട്ടുള്ളൊരു. മഞ്ജുനാഥയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം തെന്മലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. അസ്ഥികളും തലയോട്ടിയുമാണ് കണ്ടെത്തിയത്. ഡാം ജംഗ്ഷനിലെ KEP ഉന്നതിയോട് ചേർന്നുള്ള ക്ഷേത്രത്തിന് പിൻവശത്താണ് സംഭവം. തലയോട്ടി കണ്ടതിന് തൊട്ടടുത്തായി മരത്തിൽ കയറുള്ളതിനാൽ ജീവനൊടുക്കിയതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. 1.5 വർഷം മുൻപ് പ്രദേശത്ത് നിന്ന് കാണാതായ വയോധികനാണ് മരിച്ചതെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തെന്മല ഡിവിഷനിൽ കൊടുംവനത്തിന് 1/2 കിലോമീറ്റർ ഉള്ളിലായുള്ള ക്ഷേത്രത്തിനടുത്താണ് അസ്ഥിയും തലയോട്ടിയും കണ്ടെത്തിയത്. വിറക് ശേഖരിക്കാനായി എത്തിയ സ്ത്രീകളാണ് അസ്ഥിക്കൂടം ആദ്യം കണ്ടത്. ഇതിന് തൊട്ടടുത്തായി മരത്തിൽ കയർ ഉണ്ട്. ഒപ്പം പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെത്തി. 1.5 വർഷം മുൻപ് KIP ഉന്നതിയിൽ നിന്നും വയോധികനെ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ പോലീസിൽ പരാതി ലഭിക്കുകയും അന്വേഷണം നടന്നു വരികയുമാണ്. മരിച്ചത് ഇയാളാകാമെന്ന നിഗമനത്തിലാണ് പോലീസും നാട്ടുകാരും. വസ്ത്രങ്ങളും ചെരുപ്പും പ്രദേശവാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിറവിന് വന്നപ്പോൾ ഇതുപോലെ തലയോട് മാത്രം ആദ്യം കണ്ടു. ഈ ഡ്രസ്സും ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. വിറവിന് വന്നപ്പോൾ ഇത് കിടന്ന് ഞങ്ങൾ പിന്നെ പേടിച്ച് ഇവിടെ എങ്ങും തിരക്കാതെ നിൽക്കാതെ ഞങ്ങൾ ഉടനെ വിറവും വാരിക്കൊണ്ട് 3 പെണ്ണുങ്ങൾ ഉണ്ട് അത് പോയിട്ട് അവിടെ പോയി പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് അങ്ങനെ ഇന്ന് അവർ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് കാണാൻ. ആരാന്ന് വെച്ചാൽ ഈ ഒറ്റക്കയെന്ന് പറയും ചെവിയനെന്ന്. അങ്ങാര് തന്നെ ഡ്രസ്സ് കണ്ടപ്പോൾ അങ്ങാര് ഇടുന്ന ഡ്രസ്സ് തന്നെ ഞങ്ങളുടെ കൂടെ തൊഴിലുറപ്പിന് പണിക്ക് വരുന്നതാണ് സ്ഥിരമായിട്ട്. അങ്ങാരുടെ ഡ്രസ്സ് തന്നെ, ചെരുപ്പും അത് തന്നെ, എല്ലാം അത് തന്നെ, ഉറപ്പായിട്ടും അങ്ങാര് തന്നെ. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തെന്മല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. മരിച്ചതാരെന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ്. ന്യൂസ് 18 പുനലൂർ. പ്രണയം നടിച്ച് 49 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിൽ ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിന്റേതെന്ന് പറയുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. പരാതിക്കാരിയാണ് സന്ദേശം പുറത്തുവിട്ടത്. ജിമ്മിന്റെ നവീകരണത്തിനടക്കം ഷിയാസ് പണം ആവശ്യപ്പെടുന്നതും പണം നേരിട്ട് നൽകിയാൽ മതിയെന്ന് പറയുന്നതും ഓഡിയോയിൽ വ്യക്തമാണ്. സംഭവത്തിൽ പ്രതികരണവുമായി ഷിയാസും രംഗത്തെത്തിയിട്ടുണ്ട്. സത്യം മറനീക്കി പുറത്തുവരുമെന്നാണ് ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ നടൻ പറയുന്നത്. 60 വയസ്സുള്ള സ്ത്രീയാണ് പരാതി നൽകിയത്. അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നും ഷിയാസ് പറയുന്നു. പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി.
പരാതിക്കാരിയാണ് തന്നിൽ നിന്നും പണം വാങ്ങിയതെന്ന് പറഞ്ഞ് ഷിയാസിന്റെ ആരോപണങ്ങളെ തള്ളുന്ന ഓഡിയോ സന്ദേശങ്ങളാണ് സ്ത്രീ പുറത്തുവിട്ടിരിക്കുന്നത്. ജിം നവീകരിക്കാൻ 20 ലക്ഷം രൂപ നൽകണം, പണം അക്കൗണ്ടിൽ ഇടേണ്ടെന്നും കോഴിക്കോട് വരുമ്പോൾ നേരിട്ട് തന്നാൽ മതിയെന്നും ഷിയാസ് പറയുന്നുണ്ട്. എല്ലാ കാലവും ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും സ്ത്രീക്ക് നൽകുന്നുണ്ട്. വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോൾ നോമ്പിന്. മറ്റേത് കിട്ടുകയാണെങ്കിൽ അയക്കട്ടെ. എനിക്ക് ഈ 1 ടെൻറ്റിൽ പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യിൽ പണിക്കാശ് പടപടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. ഷിയാസ് കരീമിനെതിരെ സാമ്പത്തിക വഞ്ചനയ്ക്കും ലൈംഗിക ചൂഷണത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും സ്ത്രീ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം ആരോപണം നിഷേധിച്ച് ഷിയാസ് വീണ്ടും രംഗത്തെത്തി. വ്യാജ പരാതികളാണെന്നും സത്യം മറനീക്കി പുറത്തുവരുമെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ ഷിയാസ് പറയുന്നു. എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ പെങ്ങളുടെ നിന്നും വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെന്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു വന്നു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ, കാര്യം ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഇരുവരും തമ്മിലുള്ള ഇടപാടുകൾ നടന്നത് കോഴിക്കോടായതിനാൽ കേസ് ചേവായൂർ പോലീസിന് കൈമാറും. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം പുതുമയല്ല. പലവിധ വെല്ലുവിളികൾ നേരിട്ട് ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് സർക്കാർ ആശുപത്രികളിലെ പോലും ജീവനക്കാർ. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് ഒടുവിലത്തെ സംഭവം. കോതമംഗലം സ്വദേശിയും നഴ്സിംഗ് അസിസ്റ്റന്റുമായ കാളിപ്പറമ്പിൽ ജോജി ജോർജിനാണ് മർദ്ദനമേറ്റത്. അടിപിടി കേസിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളെ കാണാനെത്തിയ തൃക്കാരിയൂർ സ്വദേശി അനീഷാണ് ഇയാളെ മർദ്ദിച്ചത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 10:30-ക്ക് ശേഷമാണ് സംഘർഷമുണ്ടായത്. അടിപിടി കേസിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള ആളെ കാണാനെത്തിയ യുവാവ് അകാരണമായി മർദ്ദിക്കുകയായിരുന്നെന്ന് ജീവനക്കാർ പറയുന്നു. നഴ്സിംഗ് അസിസ്റ്റന്റ് 46-കാരനായ കാളിപ്പറമ്പിൽ ജോജി ജോർജിനാണ് പരിക്കേറ്റത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നപ്പോൾ സെക്യൂരിറ്റിമാർ തടഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ ബൈസ്റ്റാൻഡിനെ കയറ്റിവിടാൻ പാടില്ല, അതിന് ഇഞ്ചക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ നിങ്ങളിവിടെ ഒന്നും നിൽക്കുമല്ലോ, ഞങ്ങൾ പുറത്ത് അവിടെ ഉണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. നീ ഹാൻസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്ന് തട്ടി ഇടിവെച്ച് തന്നു. അവിടെ ഇടിച്ചു, ഷർട്ടിലൊക്കെ വലിച്ചു, തലക്ക് ഇടിച്ച്, തലക്ക് നല്ല ചതവും നീർക്കവും ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്. തൃക്കാരിയൂർ സ്വദേശി അനീഷാണ് ആശുപത്രി ജീവനക്കാരനെ മർദ്ദിച്ചത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. അകാരണമായാണ് ജോജിയെ മർദ്ദിച്ചതെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കണമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് ശ്രീ ജോജിയെ കാഷ്വാലിറ്റിയിൽ ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് വന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരൻ മദ്യലഹരിയിൽ ആക്രമിക്കുകയുണ്ടായി.
അകാരണമായി ജോജിയെ ആക്രമിക്കാനുണ്ടായത്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ചികിത്സയിലാണ്. അപ്പോൾ നമുക്കറിയാം, കാഷ്വാലിറ്റിയിലെ ജീവനക്കാർ സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നത്. അത് വലിയ തിരക്കിലാണ് ജോലി ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ അകാരണമായി ഇത്തരം മദ്യാസക്തിയിൽ വരുന്ന ആളുകളുടെ അക്രമം ഉണ്ടാകുന്നത് വളരെ ദാരുണമായ ഒരു കാര്യമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ശക്തമായ പോലീസ് നടപടി ആവശ്യപ്പെടുന്നു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത്. അപ്പോൾ ഇത് സാധാരണ ഒരു കേസ് പോലെയല്ല, വളരെ ഗൗരവമായ കേസാണ്. ഇത് എൻ്റെ നിയമ നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പ്രതിക്ക് തക്കതായ ശിക്ഷ വാങ്ങി കിട്ടുന്നത് വരെ നമ്മൾ ഇതിന്റെ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. കോതമംഗലം. ക്ഷേത്രോത്സവങ്ങളും ആഘോഷ പരിപാടികളും ഒക്കെ പലർക്കും മുൻവൈരാഗ്യം തീർക്കാനുള്ള വേദിയാണ്. തിരുവനന്തപുരം വർക്കലയിൽ ക്ഷേത്രോത്സവത്തിനിടയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. ശിവഗിരി ശാരദാഗിരി സ്വദേശി സോമൻ കൃഷ്ണനാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ 2 പ്രതികളെ അയിരൂർ പോലീസ് പിടികൂടി. ഈ മാസം 2-ന് രാത്രി 9 മണിക്ക് വർക്കല ചാവർക്കോട് മേടയിൽ ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം. ഉത്സവം കണ്ടു നിൽക്കവേ പ്രതികൾ സോമകൃഷ്ണനെ അസഭ്യം പറയുകയും അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന നഖംവെട്ടിയുടെ പിച്ചാത്തി ഉപയോഗിച്ച് നെഞ്ചിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആഴത്തിലുള്ള മുറിവേറ്റ അതീവ ഗുരുതരാവസ്ഥയിലായ സോമകൃഷ്ണനെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഇയാളുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒളിവിൽ പോയ പ്രതികൾ പിടിയിലായത്. വർക്കല പുല്ലാങ്കോട് സ്വദേശി അഭിജിത്ത് എന്ന് വിളിക്കുന്ന കൊച്ചുമണി, കണ്ണമ്പ ചാലുവിള സ്വദേശി സുധി എന്നിവരാണ് പോലീസ് പിടിയിലായത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. പെട്ടെന്ന് സമ്പന്നരാകാൻ പലരും തെരഞ്ഞെടുക്കുന്ന കുറുക്കുവഴിയാണ് ലഹരി വിൽപ്പന. മലപ്പുറത്ത് എഞ്ചിനീയറിംഗ് ഡിസൈനിംഗ് സ്ഥാപനത്തിന്റെ മറവിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയിരുന്ന യുവാവ് അറസ്റ്റിലായി. വഴിക്കടവ് സ്വദേശി ഫൈസലിനെയാണ് നിലമ്പൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 6.5 ഗ്രാം മെത്താഫെറ്റാമിൻ പിടിച്ചെടുത്തു. വഴിക്കടവ് ടൗണിൽ പ്രവർത്തിക്കുന്ന FP ഡിസൈനേഴ്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ലഹരിമരുന്ന് വിൽപ്പന നടന്നിരുന്നത്. സ്ഥാപനം നടത്തിയിരുന്ന വഴിക്കടവ് പൂവത്തിപ്പൊയിലിൽ സ്വദേശി പുളിക്കൽ ഫൈസൽ എന്ന 33-കാരനെ നിലമ്പൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6.5 ഗ്രാം മെത്താഫിറ്റാമിനും പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാത്രി സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്ന് പിടിച്ചെടുത്തത്. വഴിക്കടവ് ടൗണിലെ പാലത്തിങ്ങൽ ബിൽഡിംഗിന്റെ മുകൾ നിലയിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. പലയിടങ്ങളിലായി ഒളിപ്പിച്ചു വെക്കുന്ന ലഹരിമരുന്ന് ആവശ്യക്കാർക്ക് വാട്സാപ്പിൽ ലൊക്കേഷനും ഫോട്ടോയും അടക്കം അയച്ചു കൊടുത്താണ് വിറ്റിരുന്നത്. നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ TH ഷഫീഖ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C ശ്രീകുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ NK സനീറ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CT ഷംനാസ്, K രാകേഷ്, എബിൻ സണ്ണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് പടന്ന ശൈശവ വിവാഹ കേസിൽ അഴീക്കൽ ജുമാ മസ്ജിദിലെ ഇമാമിന്റെ മൊഴിയെടുത്ത് ചന്ദേര പോലീസ്. ഇമാം റഹ്മത്തുള്ള മദനിയുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. മസ്ജിദിൽ വിവാഹ നിശ്ചയം മാത്രമാണ് നടത്തിയതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മതപരമായ വിവാഹ ചടങ്ങ് തന്നെയാണ് നടന്നതെന്നും റഹ്മത്തുള്ള മദനി പറഞ്ഞു. വാർഡ് മെമ്പർ കൂടിയായ പള്ളി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 16-കാരിയുടെയും 28-കാരന്റെയും വിവാഹം നടന്നത് വിവാദമായതോടെ സംഭവം വളച്ചൊടിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായാണ് ആക്ഷേപമുയരുന്നത്. നിക്കാഹ് എന്ന മതപരമായ വിവാഹ ചടങ്ങ് കഴിഞ്ഞെങ്കിലും
വിവാഹ നിശ്ചയം മാത്രമാണ് നടത്തിയതെന്നാണ് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ പള്ളിയിൽ നടന്നത് മതപരമായ വിവാഹ ചടങ്ങ് തന്നെയായിരുന്നുവെന്ന് ഖത്തീബ് റഹ്മത്തുള്ള മദനി സ്ഥിരീകരിക്കുന്നു. പെൺകുട്ടിയുടെ വയസ്സിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ സാധാരണ നടക്കാറുള്ളത് പോലെ തന്നെ നിക്കാഹ് നമ്മളൊന്നും അറിയലില്ല. നമ്മളിത് ഒരു ഇന്ന സമയത്ത് നിക്കാഹ് ഉണ്ടെന്ന് പറയും, ആ സമയത്ത് നമ്മൾ പോയി ചെയ്തു കൊടുക്കലാണ്. അപ്പോൾ ആ വിഷയത്തിൽ പിന്നെ ഇതും അങ്ങനെ തന്നെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പെണ്ണിൻ്റെ പ്രായമോ കാര്യങ്ങളോ മറ്റോ ഒന്നും നമ്മൾ അറിയലുമില്ല, നമ്മളത് ഒരു അറിയിക്കലുമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്കതിൽ പങ്കില്ല, അത്രേ ഉള്ളൂ. മതപരമായിട്ട് വിവാഹം കഴിഞ്ഞു എന്ന് പറയാം. മതപരമായിട്ട് അതന്നെ ഇപ്പോൾ റെക്കോർഡിക്കലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നിയമപരമായിട്ട് നമുക്ക് എന്തില്ല, അത് വിവാഹമാണെന്ന് സ്ഥിരപ്പെടുത്താനുള്ള രേഖകളൊന്നുമില്ല. അവിടെയില്ല ഇവിടെയില്ല, റെക്കോർഡിക്കലായിട്ടില്ല. പിന്നെ ഇങ്ങനെ ചടങ്ങ് നടന്നു. ഈ ചടങ്ങ് നടന്ന് ഇതിപ്പോൾ 2 കുടുംബത്തിനെ ചേർക്കലാണ് ഉള്ളത്. പെൺകുട്ടിയുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ ഹാജരാക്കാത്തതിനാൽ പെൺകുട്ടിയുടെ മഹൽ കമ്മിറ്റി വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് എടച്ചാക്കൈ അഴീക്കൽ ജുമാ മസ്ജിദിൽ നിക്കാഹ് നടത്തിയത്. ശൈശവ വിവാഹ പരാതിയിൽ വരൻ എടച്ചാക്കൈ ബദർ നഗറിലെ സാബിർ ഷെയ്ഖ്, പെൺകുട്ടിയുടെ പിതാവ് പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗവും അഴീക്കൽ ജുമാ മസ്ജിദ് സെക്രട്ടറിയുമായ PK താജുദ്ദീൻ, ജുമാ മസ്ജിദ് ഉസ്താദ് റഹ്മത്തുള്ള എന്നിവരുടെ പേരിൽ ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ചന്ദേര പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പള്ളിയിലെത്തി ഖത്തീബിന്റെ മൊഴി രേഖപ്പെടുത്തി. അതിനിടെ ശൈശവ വിവാഹത്തിൽ പരസ്യ പ്രതിഷേധവുമായി DYFI, മഹിളാ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാടിന്റെ കോഴിക്കോട്ടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. കുപ്രസിദ്ധ മോഷ്ടാവ് ഡോളറനി എന്ന അനിലാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നാണ് അനിലിനെ കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡ് സാഹസികമായി പിടികൂടിയത്. 50-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് ഡോളറനി. മോഷണം മുതൽ വിൽക്കാൻ ഇയാളെ സഹായിച്ച പ്രതിയും പിടിയിലായിട്ടുണ്ട്. മാർച്ച് 24-നാണ് ഗുരുവായൂരിൽ ക്ഷേത്രദർശനത്തിനായി പോയ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട് കുത്തി തുറന്ന് 21 പവൻ സ്വർണം മോഷ്ടിച്ചത്. മുൻവശത്തെ വാതിൽ തകർത്ത് വീടിനുള്ളിൽ കടന്നായിരുന്നു മോഷണം. വീടിന്റെ ഗേറ്റിന് മുൻവശം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ഡോളറനിയാണ് മോഷണം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞത്. അനിക്കായി കർണാടകയിലും തമിഴ്നാട്ടിലും പോലീസ് ഊർജിതമായി തെരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് തേനിയിലെ ഒളിസംഘത്തിൽ നിന്ന് കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡ് അതിസാഹസികമായി പ്രതിയെ കീഴടക്കിയത്. ഈ പ്രതി എന്ന് പറയുന്നത് വാണ്ടറിംഗ് ആയ ഒരാളാണ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അന്വേഷണത്തിന് വളരെയധികം ദുഷ്കരമായിരുന്നു. അങ്ങനെ അന്വേഷണം നടത്തിൻ്റെ ഇടയിലാണ് നമുക്ക് തമിഴ്നാട്ടിൽ ഈ പ്രതിയെക്കുറിച്ചൊരു ചെറിയൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നത്. തമിഴ്നാട്ടിൽ തേനിക്കടുത്ത് വെച്ചിട്ടുള്ള ഒരു കോളനിയിൽ ഒളിവിൽ താമസിക്കുന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ പോലീസ് ടീം അവിടെ എത്തുകയും വളരെ സാഹസികമായി നമുക്കറിയാം വേഷം മാറിക്കൊണ്ട് ഒരു ഗള്ളി ഏരിയയിലാണ് പോയത്. അവിടെ വെച്ചിട്ട് അതിൽ ആ പ്രദേശത്തുകാരായ ആൾക്കാരായിട്ട് മാറിക്കൊണ്ട് വേഷം മാറിയിട്ടാണ് ആ പ്രദേശത്ത് ഒരുപാട് മണിക്കൂറുകൾ നിരീക്ഷിച്ചുകൊണ്ടാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. അതും ബലപ്രയോഗത്തിലൂടെ ആണ് പ്രതിയെ കീഴ്പ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്. അയാൾ ആ സമയത്ത് തന്നെ കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാനുള്ളൊരു മൂവ്മെൻറ്റ് നടത്തുന്നതിനിടയിലാണ് പോലീസ് അവരെ പിടികൂടുന്നത്. മാഹി പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിൽ 5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം ജനുവരിയിലാണ് ഡോളറനി ജയിൽ മോചിതനായത്. ഇയാൾക്കെതിരെ കോഴിക്കോട് ജില്ലയ്ക്കകത്തും പുറത്തുമായി 50ഓളം മോഷണ കേസുകളും സംസ്ഥാനത്തിന് പുറത്ത് ലഹരിമരുന്ന് കേസുകളുമുണ്ട്. ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാടിന്റെ വീട്ടിൽ നിന്നും ഇയാൾ മോഷ്ടിച്ച 21 പവൻ സ്വർണം കണ്ടെത്താനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. മോഷണ മുതലിൽ നിന്നും 4 വളകൾ വിൽക്കാൻ അനിയെ സഹായിച്ച താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി ജെയിംസും പോലീസിന്റെ പിടിയിലായി. വിവിധ സ്റ്റേഷനുകളിലായി 35ഓളം മോഷണ കേസുകൾ ജെയിംസിനെതിരെയും ഉള്ളതായി പോലീസ് പറഞ്ഞു. ഇരുവരും മഞ്ചേരി ജയിലിൽ സഹതടവുകാരായിരിക്കെയാണ് പരിചയപ്പെടുന്നത്. മറ്റു മോഷണ കേസുകളിലും ജെയിംസിന്റെ സഹായം ഡോളറനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. കേസിൽ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്.
പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ. മലപ്പുറം കുളത്തൂർ സ്വദേശി കുപ്പി എന്ന് വിളിക്കുന്ന സർഫറാസ് ആണ് അറസ്റ്റിലായത്. മോഷണം നടന്ന് മണിക്കൂറുകൾക്കകമാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആമയൂർ സ്വദേശി മുഹമ്മദ് ഫാരിസിന്റെ ബൈക്കാണ് മോഷണം പോയത്. ഞായറാഴ്ച രാത്രി ഇവിടെ വെച്ച ബൈക്ക് തിങ്കളാഴ്ച രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് മോഷണം പോയതായി അറിയുന്നത്. തുടർന്ന് നൽകിയ പരാതിയിൽ പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കകം പ്രതി വലയിലായത്. മലപ്പുറം കൊളത്തൂർ സ്വദേശി കുപ്പി എന്ന് വിളിക്കുന്ന പൂക്കാട്ടുചാലിൽ സർഫറാസിനെയാണ് പോലീസ് പിടികൂടിയത്. 25 വയസ്സുകാരനാണ് പ്രതി. മോഷ്ടിച്ച വാഹനവും പോലീസ് കണ്ടെത്തി. ഇയാളുടെ പേരിൽ നിലവിൽ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് പൂരപ്പറമ്പിൽ കൂട്ടത്തല്ല്. മണ്ണാർക്കാട് തച്ചനാട്ടുകര പഴഞ്ചേരി പൂരത്തിനിടെയാണ് കൂട്ടത്തല്ലുണ്ടായത്. ക്ഷേത്രത്തിനുള്ളിൽ അരിയേറ് ചടങ്ങ് നടക്കുമ്പോൾ ചെണ്ടമേളം നിർത്താൻ പറഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് ലാത്തി വീശിയാണ് രംഗം ശാന്തമാക്കിയത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.